ആം ആദ്മിയുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചടുക്കുകയാണ്. ആം ആദ്മി ഇത്രയും നാളും BJP-ക്കെതിരെ അല്ല അറ്റാക്ക് നടത്തിയത്. അവരുടെ സൈബർ അറ്റാക്ക് ആയിരുന്നാലും അവരുടെ കള്ള പ്രചരണമായിരുന്നാലും അതെല്ലാം കൃത്യമായും കോൺഗ്രസിനെയും അവരുടെ നേതാക്കളെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. 10 കൊല്ലത്തിനിടയിൽ ഒരു MLA പോലും കിട്ടാതിരുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോഴും അഴിമതിക്കാരാണെന്ന് പറഞ്ഞു നടക്കുകയാണ് കെജ്രിവാളും അതിഷി മാർലെയും. വളരെ വിചിത്രമായ സംഭവം തന്നെയാണ്. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഇപ്പോഴും പ്രസംഗിക്കുന്നത് അഴിമതിക്കാരായ കോൺഗ്രസിനെ ഒരിക്കലും അധികാരത്തിലേക്ക് കയറ്റരുത് എന്ന രീതിയിലാണ്. ഒന്ന് ആലോചിക്കണം, അധികാരത്തിലേക്ക് കയറും എന്ന ഭയം ആം ആദ്മിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 2013 ഡിസംബർ തെരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് കോൺഗ്രസിനെതിരെയുള്ള അറ്റാക്ക് കുറച്ചുകൊണ്ട് കൃത്യമായും BJP-ക്കെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. 2015 ജനുവരിയിലെയും 2020 ജനുവരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുമ്പോൾ പ്രധാന എതിരാളികൾ BJP ആണ്, കോൺഗ്രസ് ഒരു വിഷയമേ അല്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഇത് ആം ആദ്മി 2013 ഷീലാ ദീക്ഷിതിനെതിരെ നടത്തിയ അതേ കുപ്രചരണം വീണ്ടും ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ ഇത്തവണ ജനങ്ങൾ അത്തരത്തിലുള്ള കുപ്രചരണത്തിൽ വീഴില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ദേവേന്ദ്ര യാദവ് കൃത്യമായി അതിനുവേണ്ടിയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് അതിഷി മാർലെനെ ശരിക്കും സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിഷി തട്ടിവിടുന്ന കല്ലുവെച്ച നുണകളെല്ലാം കേട്ട് വിശ്വസിക്കുന്നവരാണ് ഡൽഹിയിലെ 1.5 കോടി വോട്ടർമാരെന്ന് കരുതിയെടുത്ത് കെജ്രിവാളിനും സംഘത്തിനും പണിപാടിയിരിക്കുന്നു. അഴിമതി കേസിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും കെജ്രിവാൾ പ്രതി തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ ക്ലീൻ ചിറ്റ് ഒന്നും നൽകിയിട്ടില്ല. ആ വ്യക്തിയാണ് കോൺഗ്രസിനെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകാനായി വരുന്നതെന്ന ദേവേന്ദ്ര യാദവിന്റെ ഒറ്റ വാക്ക് വാസ്തവത്തിൽ ആം ആദ്മി ക്യാമ്പിനെ നിശബ്ദമാക്കിയിരിക്കുകയാണ്. ആം ആദ്മിക്കെതിരെ ഉരുളക്കുപ്പേരി പോലെ ദേവേന്ദ്ര യാദവും അൽക്ക ലാംബയും അജയ് മാക്കാനും ഒക്കെ ഇത്രയും സ്പഷ്ടമായി മറുപടി പറയുമെന്ന് ആം ആദ്മിക്കാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കോൺഗ്രസ് BJP-യെ കടന്നാക്രമിച്ചോളും, നമുക്ക് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിച്ച് വോട്ട് ഷെയർ കൂട്ടാം എന്ന ആം ആദ്മിയുടെ പതിവ് തന്ത്രമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ആം ആദ്മിയേക്കാൾ വോട്ട് ഷെയർ അവിടെയൊക്കെ BJP-ക്കെതിരെ മത്സരിക്കുമ്പോൾ നേടിയെടുത്തത് ചെറിയ കാര്യമായി അല്ല കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിറളി പിടിപ്പിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടാതെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ആയിരുന്നു BJP-ക്കെതിരെ 2ാം സ്ഥാനത്ത് പല ലോക്സഭാ മണ്ഡലങ്ങളിലും വന്നത്. വോട്ട് ഷെയറും കോൺഗ്രസിനായിരുന്നു ആം ആദ്മിയേക്കാൾ കൂടുതൽ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആം ആദ്മിയെ വല്ലാതെ അലട്ടുന്നുമുണ്ട്.